ഇത് പടം കണ്ടു കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ഒരു സിനിമ എന്നുള്ളത് ഏകദേശം നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു പ്രണയം പറയുന്നൊരു സിനിമയാണ്. റൊമാൻറ്റിക് കോമഡി, റോം കോം അല്ലെങ്കിൽ റൊമാൻറ്റിക് ഡ്രാമ ആ ഒരു ജോണറിൽ വരുന്നതാണ്. അപ്പം വളരെ ചുരുക്കം ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പം ഇതൊരു എന്താണ് എവിടെയൊക്കെയോ കണ്ടു കേട്ട പോലത്തെ ഒരു കഥയാണെന്നൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യാം. ബട്ട് മെജോറിറ്റി ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി കാണാത്തവരും ഈ സിനിമ കാണുവാണെങ്കിൽ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇൻഫാക്റ്റ് പടം റിലീസായി കഴിയുമ്പോഴത്തേക്കും ഇത്രയും ഒരു നമ്മുടെ ക്ലൈമാക്സിനൊക്കെ ഇത്രയും അഭിപ്രായം വരുമെന്നുള്ളത് നമുക്കൊരു ബേസിക് അറിയായിരുന്നു ഇത് ക്ലൈമാക്സ് നമ്മുടെ നല്ലതാണെന്നുള്ളത്. പക്ഷെ ഇത്രയും ഭയങ്കരമായിട്ടുള്ളൊരു അഭിപ്രായം വരുമെന്നുള്ളത് നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അത്രയ്ക്ക് അഭിപ്രായമാണ്. ഇപ്പം നമ്മുടെ പാട്ടിന് ഇപ്പം നമ്മുടെ ഫസ്റ്റ് പാട്ടിന് വന്നൊരു ഹൈപ്പ് ഉണ്ടല്ലോ, അതുപോലെയാണ് ഇപ്പം ക്ലൈമാക്സിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഈ ക്ലൈമാക്സ് ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പം നമുക്ക് അതൊരു കട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഓൺലൈൻ ഇടുവാണെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് വൈറലാകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ക്ലൈമാക്സ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. സോ ഇറ്റ്സ് എ വെരി സൂതിങ് ടൈപ്പ് ഓഫ് എ ലവ് സ്റ്റോറി. എല്ലാവർക്കും കണക്റ്റ് ആവുന്ന ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എൻ്റർടൈനറാണ് അഭിലാഷത്തിൽ നമ്മൾ പറയുന്നത്. അപ്പോഴാണ് പെരുന്നാളിന് തന്നെ റിലീസ് ചെയ്യുന്ന പെരുന്നാളിന് വേണ്ടിയാണ് അഭിലാഷം എന്ന് പറഞ്ഞത്. അങ്ങനെ കോൺഫറൻസ് അതൊരു സിനിമ ഇറങ്ങി വീണ്ടും ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, തിയേറ്ററുകൾ എന്തായാലും കൂടും, ആളുകൾ കുറച്ചുകൂടെ സിനിമ കാണും. ആ കോൺഫിഡൻസ് ഇപ്പോഴും ഉണ്ട്. കാരണം കണ്ടിറങ്ങുന്ന ആൾക്കാർക്ക് സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട്. ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമ്മളിത് റിലേറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. ഈ സിനിമയിലെ കണ്ടന്റ് അല്ലെങ്കിൽ ഈ സിനിമ പറയുന്ന പ്രേമം, അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയും അതിൻ്റെ ഓർമ്മകളൊക്കെ. കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇപ്പം എനിക്കൊരുപാട് ഫോൺ കോൾസും മെസ്സേജും വരുന്നുണ്ട്. അത് കൂടുതലും ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. അവർക്കിത് ഇഷ്ടപ്പെട്ടതിൻ്റെ പ്രധാന കാരണങ്ങളായിട്ട് അവർ പറയുന്നത് അവർക്ക് ഇമോഷണലി കണക്റ്റായി എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് സിനിമ എത്തണം. അപ്പം അതിന് നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സ്ക്രീനുകളുടെ എണ്ണം കൂടും. പെരുന്നാൾ കഴിയുമ്പം ആൾക്കാർക്ക് നമ്മൾ ഓപ്റ്റ് ചെയ്യാനുള്ള സ്പേസ് നമ്മൾ തൊട്ടടുത്ത തിയേറ്ററിൽ ഉണ്ടാവും. ആളുകൾ വരും, സിനിമ കാണും. അങ്ങനെ ഒരു പ്രതീക്ഷ നമ്മൾക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഷംസുദ്ദീൻ്റെ മണിയർലാസൊക്കെ അതിൽ നമ്മൾ റൊമാൻസ് ചെയ്യാത്തൊരു നായകനെ കൊണ്ട് റൊമാൻസ് ചെയ്തിട്ട് ഇപ്പോൾ സൈചേട്ടൻ നമ്മൾ കുറേ വർഷങ്ങളായി സൈചേട്ടൻ തന്നെ ഒരു 20 വർഷത്തോളം റൊമാൻസ് ചെയ്തിട്ട്. അപ്പോൾ സൈചേട്ടൻ്റെ റൊമാൻസിൻ്റെ ഡയറക്ടർ സാറ്റിസ്ഫൈഡ് ആണ്? സൈചേട്ടൻ്റെ റൊമാൻസിൽ ഞാനിനി സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മളതിൽ ഭയങ്കര ഹാപ്പിയാണ്. നമുക്കത് സൈചേട്ടന് വേണ്ടി നമ്മൾ ടൈലർ മെയ്ഡ് ചെയ്തൊരു കഥാപാത്രവും തിരക്കഥയുമാണ്. അപ്പം നമുക്കതൊരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചെയ്തത്. നമുക്കത് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ ഞങ്ങളത് ഒരു 300ഓളം ജൂനിയേഴ്സുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പം അതിന് താഴെയൊക്കെ പലരും പറയുന്നുണ്ട് സൈചേട്ടൻ ഇൻട്രോവേർട്ടാണ്. സൈചേട്ടൻ ബേസിക്കലി കുറച്ച്